Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn the continuation of our second chapter, title of our chapter that is Signature of Time. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ different type of earth movement, divergent, convergent and transform margin എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷനിലേക്കാണ് പോകുന്നത്. One flow chart is there in your textbook. Please observe that flow chart. Earth movement, endogenic forces and exogenic forces. ഭൗമ ചലനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്. എൻഡോജനിക് എന്ന് വെച്ചാൽ ആന്തരിക ചലനങ്ങളും എക്സോജനിക് ബാഹ്യ ചലനങ്ങളും. എൻഡോജനിക് എന്ന് പറഞ്ഞതിന് എക്സാമ്പിൾ ആണ് ഡയാസ്ട്രോഫിക് മൂവ്മെന്റ് ആൻഡ് സഡൻ മൂവ്മെന്റ്. ഡയാസ്ട്രോഫിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിൽ നടക്കുന്ന ചലനം. സഡൻ മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ദ്രുത ചലനം. എക്സാമ്പിൾ ഫോർ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ് ദാറ്റ് ഈസ് പ്ലേറ്റ് മൂവ്മെന്റ്. ഫലക ചലനങ്ങളാണ് ഡയാസ്ട്രോഫിക് മൂവ്മെന്റിന് എക്സാമ്പിൾ. എന്നാൽ സഡൻ മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത് ക്വേക്ക്. അഗ്നിപർവ്വത സ്ഫോടനവും ഭൂകമ്പവുമാണ്. Then we realize that a lot of landforms are formed in our earth as a result of these type of movements. Then due to this type of movement, some regions may be raised, or raised means uplifted. Sometimes some regions may be faced subsidence. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിൽ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. Plate movement take place at very slow pace. The effect of the slow movement become obvious only over very long period of time. Compared to them, the rapid movement affect the mankind more. Volcanoes and earthquake come under this category. ഫലക ചലനങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്ലേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ നടക്കുന്നതാണ്. അതിദീർഘമായ കാലയളവായതുകൊണ്ട് ഇത്തരം ചലനങ്ങളെക്കാൾ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫാസ്റ്റ് സഡൻ മൂവ്മെന്റ് ആണ്. എക്സാമ്പിൾ അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളുമാണ്. ടോപ്പിക് ദാറ്റ് ഈസ് earthquake. Then based on earthquake, a beautiful story is there in your textbook. Actually, there is a diary page of a traveler, Sherin Torji. He visited Nepal. It was 25th April 2015. I was walking along the street of Kathmandu with my friend. Suddenly, the huge building in front of us began to collapse. The ground beneath us sank like a swing. It was difficult to escape from the shower of bricks and dust from the collapsing building. Trenches developed in the road, making it impossible to run away. The hotel complex where we stayed previous day had turned into a heap of bricks. I realized that these are the rare moments between life and death. 2015 ഏപ്രിൽ 25 ഉച്ചയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടി കാഠ്മണ്ഡു നഗരത്തിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നതാ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു വലിയ ബിൽഡിംഗ് നിലം പൊത്താണ്. ഞങ്ങൾ നിന്നിരുന്ന പ്രദേശം ഞാൻ ആടുന്നത് പോലെ ആടുകയാണ്. ദെൻ കെട്ടിടങ്ങളിൽ നിന്ന് മഴ പോലെ ഇഷ്ടികകൾ പെയ്യുന്നു. പൊടിപടലങ്ങൾ താഴേക്ക് വരുന്നു. ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം റോഡിൽ നിറച്ചും ഗർത്തങ്ങളാവുകയാണ്. ഞങ്ങൾ കരുതുകയാണ് തൊട്ട തലേ ദിവസം ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഓടിപ്പോകാമെന്ന്. എന്നാൽ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഹോട്ടൽ സമുച്ചയം മുഴുവനായും തകർന്നിരിക്കുന്നു. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള അപൂർവ നിമിഷമാണ് ഇതെന്ന് ഞാൻ തിരിച്ചറിയായിരുന്നു. I were witnessing the unbelievable. Within a few moments, the road of the city have turned into trenches. Heaps of debris have formed in many parts of the city. The moment I thought I was going to faint, a stranger came through the dust and debris and held me in a tight embrace, smiled at me and walked away without uttering a word, the smile of suffering and survival. എൻ്റെ കണ്ണുകൾക്ക് അവിശ്വസനീയമായ കാഴ്ചയാണ് എൻ്റെ മുന്നിലുണ്ടായത്. കുറച്ചു മുൻപ് വളരെ സുന്ദരമായിരുന്ന ഒരു നഗരത്തിൻ്റെ വീഥികൾ മുഴുവനായും വിള്ളലുകൾ വീണ് കിടക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ നഗരത്തിൽ നിറയെ കുന്നുകൂടിയിരിക്കുന്നു. ഞാൻ ബോധം കെട്ട് വീഴുമെന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചകലെ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് ഒരപരിചിതൻ എഴുന്നേറ്റ് വന്ന് ഗാഢമായി എന്നെ കെട്ടിപ്പിടിക്കുകയും മന്ദഹാസത്തോടെ അയാൾ ഒന്നും പറയാതെ നടന്നു പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മന്ദഹാസമായിരുന്നു അത്. You have understood that most of the earthquake concentrated along plate margins. മിക്കവാറും ഭൂകമ്പങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഫലക അതിരുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വാട്ട് ഈസ് an earthquake? എന്താണ് ഭൂകമ്പം എന്ന് പറഞ്ഞാൽ? Listen carefully, that is one of the very important question.
Rocks in the deeper interior of the earth undergo displacement or fault due to plate movement and other causes. Under such situation, severe pressure is exerted on the earth's lithosphere and seismic waves are generated just like waves in a pond spreading in all directions when a heavy object falls into it. These waves create tremors on the earth's surface. These tremors are experienced by us as like earthquake. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. ഒന്നുമില്ല, ഭൂമിക്കടിയിൽ ശിലകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ശിലാമണ്ഡലങ്ങളിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടും. നമ്മൾ വെള്ളത്തിലോട്ട് ഒരു ഭാരമുള്ള വസ്തുവിനെ തള്ളിയിടുക, ഒരു കല്ലെടുത്ത് വെള്ളത്തിലോട്ട് എറിയുകയാണ്. അപ്പൊ നമ്മൾ വെള്ളം വീഴുന്ന പ്രദേശത്ത് വൃത്താകൃതിയിൽ തരംഗങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ഇവ ഭൗമോപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്തരം പ്രകമ്പനങ്ങളാണ് ഭൂകമ്പമായി അനുഭവപ്പെടുന്നത്. What are the reason for the occurrence of earthquake? ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം നോക്കാം. Apart from plate movement and faulting, some other reasons also there for earthquake. One reason, collapse of the roof of mine. ഖനികളുടെ റൂഫ് ഇടിഞ്ഞു വീഴുന്നത്. Then pressure in reservoir, ജലസംഭരണികളുടെ സമ്മർദ്ദം. Then next, volcanic eruption. These are the reason for the occurrence of earthquake. Next, our important topic, that is focus and epicenter. എന്താണ് ഫോക്കസും എപ്പിസെന്ററും നോക്കാം. The deep point inside the earth where the earthquake occur are known as focus. Simply we can say is that starting point of the earthquake. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. Epicenter, the point vertically above on the earth's surface, vertically above on the focus in earth's surface, that point is known as epicenter. എന്ന് വെച്ചാൽ ഫോക്കസിന് നേർമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തെ പറയുന്ന പേരാണ് എപ്പിസെന്റർ. Are the different types of earthquake waves? Actually, 3 types of earthquake waves are there. That means 3 types of earthquake waves are there. Which are the primary waves, secondary waves and surface wave. Among this, the surface wave that is most destructive. ഏറ്റവും അപകടകാരിയായ വേവ് ആണ് സർഫേസ് വേവ് എന്ന് പറയുന്നത്. Then next topic, that is Richter scale and seismograph. എന്താണ് റിക്ടർ സ്കെയിലും എന്താണ് സീസ്മോഗ്രാഫും? First topic, that is seismograph. Very easy topic. The seismic waves are recorded in an instrument called seismograph. Seismic waves record ചെയ്യപ്പെടുന്ന ഉപകരണമാണ് seismograph. Richter scale measure the intensity of energy released at the time of earthquake. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. The earthquake that occurred in Chile has been the most severe one. It recorded in an intensity of 9.5 in Richter scale. ചിലിയിൽ ഉണ്ടായ earthquake 9.5 ആണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഏറ്റവും ശക്തമായ ഒരു earthquake ആയിട്ടാണ് കരുതപ്പെടുന്നത്. Next topic, that is tsunami. എന്താണ് tsunami? Then tsunami, I think you know that tsunami is a Japanese word. Then meaning harbor waves. തുറമുഖ തിരകൾ എന്ന അർത്ഥമുള്ള ജാപ്പനീസ് വേർഡ് ആണ് സുനാമി എന്നത്. നമുക്ക് നോക്കാം എന്താണ് സുനാമി, എന്താണ് സുനാമി ഉണ്ടാകുന്നതിന് കാരണം. Tremor waves originating due to earthquake, volcanic eruption and meteorite impact. എവിടെ? In the ocean floor. Generate huge sea wave rising to several meters. Such waves are called tsunami waves. കടലിനടിയിൽ ഉണ്ടാവുന്ന ഭൂകമ്പം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം അതല്ലെങ്കിൽ ഉൽക്കാപതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ അനേകം മീറ്റർ ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളെയാണ്
നമ്മൾ സുനാമികൾ എന്ന് പറയുന്നത്. തീരത്തെത്തുന്നത് വരെ ആസ് യൂഷ്വൽ ഒരു സാധാരണ തിരയെ പോലെയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ തീരത്തെത്തുന്നതോടുകൂടി അത് ഉയർന്നു പൊങ്ങി ഒരുപാട് ഉയരത്തിലേക്ക് എത്താണ് ചെയ്യുന്നത്. സുനാമി ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യപ്പെടുന്ന വിഭാഗം ആരാണ്? നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവരാണ്. നോക്കാം, it is a coastal region mainly affected the effect of tsunami. Visible impact of tsunami is the damage and destruction of life and properties. 2004 December 26 tsunami occurred in our Kerala. The tsunami which havocked India and Sri Lanka was caused by the intense earthquake waves originated from Sumatra in Indian Ocean. ഇന്ത്യയിൽ 2004 ഡിസംബർ 26 നമ്മുടെ കേരളത്തെ പോലും പിടിച്ചു കുലുക്കിയ ഒരു സുനാമി അനുഭവപ്പെട്ടിട്ടുണ്ട് നമുക്ക്. കാരണം എന്താണെന്നറിയോ? ഇന്ത്യൻ ഓഷ്യനിലെ സുമാത്ര ഐലൻഡിൽ ഉണ്ടായ എർത്ത് ആണ്. അവിടെ അത്രയും ദൂരെ ഉണ്ടായ ഒരു സുനാമിയുടെ എഫക്ട്, ഒരു എർത്ത് എഫക്ട് നമ്മളുടെ നാട്ടിൽ പോലും അനുഭവിക്കേണ്ടതായി വന്നു. സുനാമി സർവൈലൻസ് ആൻഡ് വാർണിംഗ് സിസ്റ്റം widely in operation today. The system aimed to identify the area prone to tsunami and also extended warning to the coastal area so as to prevent loss of life. സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് നിലവിലുണ്ട്. സുനാമി ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്തി തീരപ്രദേശങ്ങളിൽ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. ഓൺ ബിഹാഫ് ഓഫ് ദി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ NOAA, a real-time tsunami monitoring system named DART, full form Deep Ocean Assessment Reporting of Tsunami, has been established at various locations. Satellite communication systems are being utilized for the purpose. ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനമാണ് ഈ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. What are the measures we can take to mitigate the impact of tsunami? First point, recession of sea level may be an indicator of tsunami. If so, move on to safer location. Recession of sea level എന്ന് പറഞ്ഞാൽ കടലുള്ളിലേക്ക് വലിയുന്നത്, അതൊരു സിംറ്റം ആണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അവിടെ നിന്ന് മാറിപ്പോവുക. Take official warning seriously. Don't arrive at self-conclusion that the dangerous situation is over. Wait for official declaration. Once trapped by tsunami waves, try to escape holding any type of folding materials. These are the measures we can take to mitigate the impact of tsunami. സുനാമിയുടെ തീവ്രതയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ട 4 മാർഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിർബന്ധമായും പഠിക്കുക. One extra reading topic is there in your textbook. ഒരു പെൺകുട്ടിയുടെ പ്രവർത്തനം കൊണ്ട് സുനാമിയിൽ നിന്ന് ഒരു പ്രദേശം രക്ഷപ്പെട്ട കഥയാണ്. കഴിഞ്ഞ ദിവസത്തെ ജോഗ്രഫി ക്ലാസ്സിൽ അധ്യാപിക പറഞ്ഞു കൊടുത്ത സുനാമിയുടെ മുന്നറിയിപ്പായിട്ടുള്ള റിസഷൻ ഓഫ് സീ ലെവൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ടില്ലി സ്മിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ അമ്മയുടെ കൂടെ കടപ്പുറത്ത് പോവുകയും അവിടെ വെച്ച് റിസഷൻ ഓഫ് സീ ലെവൽ തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ആളുകളെ പ്രോപ്പറായി വാൺ ചെയ്ത് അവിടുത്തെ ആളുകളെ രക്ഷിച്ച ഒരു കഥയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. Our last topic, that is volcanoes. You know that plate margins are active with volcanoes. Volcanoes are formed by the molten rock material coming through the fissures along the plate margin. Plate marginile ഗ്യാപ്പിലൂടെ മാഗ്മ പുറത്തു വന്നിട്ടാണ് വോൾക്കാനോസ് രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്കറിയാം. Nearly 80% of the volcanoes are situated around the Pacific Ocean. This zone containing more than 452 volcanoes is known as Pacific Ring of Fire. 80%-ലധികം ലോകത്തെ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഏകദേശം 452-ലധികം വോൾക്കാനോസ് ഉള്ള ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. You know, volcanoes are threat to human life, but they are useful also. എങ്ങനെയാണ് വോൾക്കാനോസ് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്നത് നോക്കാം. Soil formed by the weathering of lava rock is fertile. Example, black soil of Deccan Plateau. വോൾക്കാനിക് ഇറപ്ഷൻ കാരണമുണ്ടാകുന്ന കറുത്ത മണ്ണ് ഫെർട്ടൈൽ ആണ്. എക്സാമ്പിൾ ആണ് ബ്ലാക്ക് സോയിൽ ഇൻ ദി ഡെക്കാൻ പ്ലാറ്റൂ. സെക്കൻഡ് പോയിന്റ്, വോൾക്കാനിക് ആഷ് ഈസ് ഗുഡ് മാനർ. വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ഉണ്ടാകുന്ന ആഷ് നല്ലൊരു വളമാണ്.
Geysers are formed in many volcanic regions. These regions are being developed as tourist spot. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഗീസറും ഹോട്ട് സ്പ്രിംഗും. വോൾക്കാനിക് റീജിയനിൽ ഗീസേഴ്സ് ഉണ്ടാകുന്നു. ഹോട്ട് വാട്ടർ കംസ് ഔട്ട് ഇൻ ഫ്രീക്വന്റ് ഇന്റർവൽ. ദാറ്റ് റീജിയൻ നോൺ ആസ് ഗീസർ. വോൾക്കാനിക് റീജിയനിൽ ഗീസറുകൾ രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. എക്സാമ്പിൾ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ, യെലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ നോർത്ത് അമേരിക്ക. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.